ഞാൻ ഇന്ന് ഇച്ചിരി ആറ്റുമീൻ കിട്ടി, അത് കറി വെക്കാൻ പോവാം. എൻ്റെ അമ്മ ഉണ്ടായിരുന്ന കാലത്ത് അമ്മ വെക്കുന്ന ഒരു സ്റ്റൈലിൽ വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് ഉണക്കമുളക്, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, പിന്നെ ഉപ്പും പുളിയും ചേർക്കണം. ഇതിന് തേങ്ങ വേണ്ട. ഈ മീൻ കറി വെക്കുന്നതിന് തേങ്ങ ഇല്ലാത്ത കറിയാണ് ഇതെല്ലാം ചേർത്ത് വെച്ചിട്ട് വെക്കുന്നത് ഞാൻ കാണിക്കാം. പിന്നെ എന്നിട്ട് നമ്മൾ പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് താത്ത് എടുക്കുക ചെയ്യുന്നത്. കല്ലിനകത്ത് ചതച്ചാണ് ഞാനെല്ലാം ചെയ്യുന്നത്. മിക്സിയിലടിച്ചാൽ എല്ലാം ഒരുപാട് അരഞ്ഞു പോകും. ഇങ്ങനെ വെക്കുമ്പോൾ എല്ലാം കല്ലിനകത്ത് ചതച്ച് വേണം എടുക്കാനായിട്ട്. ഇനി മീൻ നമുക്ക് ചേർത്തടുപ്പത്ത് വെക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാം നമ്മൾ വഴറ്റിയല്ല, ഇതെല്ലാം നമ്മൾ പച്ചയ്ക്ക് തന്നെയാണ് ചേർക്കുന്നത്. ഈ മീൻ കറിയുടെ ഒരു പ്രത്യേകത. ഇത്രയും മീനേ ഉള്ളൂ, ഇത് കുറച്ച് മീനേ ഉള്ളൂ. അതിന് ഞാനൊരു 6 മുളക് എടുത്തിട്ടുണ്ട്, അത്രയും മതിയാവും. പിന്നെ വെളുത്തുള്ളിയാണ്, അതും കുറച്ച് മതി. ഇഞ്ചി, ചുവന്നുള്ളി ഇച്ചിരി നന്നായിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുരുമുളക്, കറിവേപ്പില നമുക്ക് നന്നായിട്ട് ആവശ്യത്തിന് ചേർക്കാം. പാകത്തിന് ഉപ്പും ചേർത്ത് ഈ പുളിവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. പുളി ഞാൻ നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന, അപ്പം ഇച്ചിരി പുളി നന്നായിട്ട് അതിൻ്റെ പുളി അങ്ങ് ഇറങ്ങും. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഒത്തിരി വെള്ളം വേണ്ട, കാരണം ഇത് നമ്മൾ ഇതൊരു പെരളം കറിയായിട്ടിരിക്കും. നടുക്കം വേണം വെള്ളം. ഓക്കെ, ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ഇടാവേ. ഒരു കിള്ളു മഞ്ഞൾപ്പൊടി മതി. ഇത് അടുപ്പേ വെക്കാം. എന്ത് പറ്റി വരട്ടെ. എന്ത് പറ്റി വരട്ടെ. പറ്റി കഴിയുമ്പോൾ നമുക്ക് മീൻകറി തുറന്ന് നോക്കാം. കറി ആയിട്ടുണ്ട്, പറ്റിയിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് സെറ്റായിട്ടുണ്ട്. തീ നിർത്തുക, ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുക. നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്, നല്ല സ്മെല്ല് വന്നിട്ടുണ്ട്. കറി താത്ത് വെക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, സ്മെല്ലൊക്കെ ആയിട്ടുണ്ട്. ഈ തേങ്ങ അരച്ചൊഴിച്ച് വെക്കുന്ന കറിയേക്കാളും നല്ല ടേസ്റ്റാണ് നമ്മൾ ഈ
ഇതേ രീതിയിൽ വെക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.